കൂട്ടാറിലെ വിവാദ പാർട്ടി ഓഫീസ് വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് അതിജീവന പോരാട്ടവേദി. സിപിഐയുടെ ജില്ലയിലെ വിവിധ പാർട്ടി ഓഫീസുകൾ അനധികൃതമായാണ് പ്രവർത്തിക്കുന്നതെന്നും വിഷയം ഹൈക്കോടതിയുടെ മൂന്നാർ ബെഞ്ചിനെ ധരിപ്പിക്കുമെന്നും അതിജീവന പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേലിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ഉടുമ്പൻചോല താലൂക്കിൽ കരുണാപുരം വില്ലേജിൽ 60/1ൽപ്പെട്ട സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ നിർമ്മിച്ച കെട്ടിടത്തിൽ സിപിഐ കൂട്ടാർ ലോക്കൽ കമ്മിറ്റി ഓഫീസ് തുറന്നത്. ഓഫീസ് നിർമ്മാണം ആരംഭിച്ചപ്പോൾ തന്നെ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. എന്നാൽ അത് അവഗണിച്ച് പാർട്ടി ഓഫീസ് തുറക്കുകയായിരുന്നു. കയ്യേറ്റ ഭൂമിയിലെ ഓഫീസ് ഒഴിപ്പിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ ഹൈക്കോടതിയുടെ മൂന്നാർ ബെഞ്ചിനെ സമീപിക്കുമെന്നാണ് അതിജീവന പോരാട്ടവേദി നേതൃത്വം പറയുന്നത്. തന്നെയുമല്ല, നിയമവിരുദ്ധമാക്കി പണിയപ്പെട്ട കെട്ടിടങ്ങൾ പ്രവർത്തിക്കുന്നതിന് സ്ഥിരീകരിക്കുന്നതിനൊക്കെ അതിൻ്റെ ഒരു ഭാഗം നൽകിയാൽ ശരിയാക്കാമെന്ന വ്യാപകമായ നീക്കങ്ങളും ജില്ലയിൽ നടന്നു വരുന്നുണ്ട്. അത് സംബന്ധിച്ചും വ്യക്തമായ മറുപടി CPI പാർട്ടി തരണം. ഈ അടുത്ത ദിവസം മന്ത്രി ജില്ലയിൽ വന്ന് ഏതൊരു കയ്യേറ്റവും ഒരേ മനോഭാവത്തോടുകൂടി കാണുമെന്ന് പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ മന്ത്രി ഈ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കും എന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. കയ്യേറ്റ ഭൂമിയിലെ കെട്ടിടങ്ങൾ ക്രമവൽക്കരിച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പലയിടങ്ങളിലും CPI നേതാക്കൾ ഇത്തരത്തിൽ കെട്ടിടങ്ങൾ കൈക്കലാക്കുന്നതായും അതിജീവന പോരാട്ടവേദി ആരോപിക്കുന്നു. കയ്യേറ്റ ഭൂമിയിൽ അല്ലെങ്കിൽ ചട്ടലംഘനം നടത്തി വ്യാപകമായ നടത്തിയിട്ടുള്ള CPI ഓഫീസുകൾ ഈ ചെയ്യുന്ന പ്രവൃത്തിയിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവരുടെ സ്വന്തം ഓഫീസുകൾ പൊളിച്ചുകൊണ്ട് നീക്കിക്കൊണ്ട് ആത്മാർത്ഥത തെളിയിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതേസമയം കയ്യേറ്റ ഭൂമിയിലെ കെട്ടിടത്തിൽ നിന്നും ഒഴിയുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് റവന്യൂ അധികൃതർ വ്യക്തമാക്കുന്നത്. എന്നാൽ ഓഫീസ് ഇപ്പോഴും തുറന്നു പ്രവർത്തിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.